വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന് സാമ്പത്തിക സഹായം നൽകി അധ്യാപകൻ മാതൃകയായി. പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അയ്യൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ നാളെയും മറ്റന്നാളും. കടവല്ലൂർ ഉത്സവത്തിൽ പള്ളിവേട്ട നാളെ നടക്കും. തിപ്പിലശ്ശേരിയിൽ എക്സൈസ് സംഘം 180 ലിറ്റർ വാഷ് പിടികൂടി. വാർത്തകൾ വിശദമായി. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന് സാമ്പത്തിക സഹായം നൽകി അധ്യാപകൻ മാതൃകയായി. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി 15-ാം വാർഡ് ISDP കോളനിയിൽ താമസിക്കുന്ന പണിക്കര് പറമ്പിൽ തങ്കയുടെ വീട്ടിൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകി പഴഞ്ഞി MD കോളേജിലെ ജിജിപോൾ എന്ന അധ്യാപകൻ മാതൃകയായി. വാർഡ് മെമ്പർ സന്തോഷ് കൊളത്തേരിയുടെ പരിശ്രമ ഫലമായാണ് ഫണ്ട് കണ്ടെത്തിയത്. വൈദ്യുതീകരണത്തിന്റെ ഉദ്ഘാടനം കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. അവരെ സഹായിക്കാൻ തയ്യാറായ പഴഞ്ഞി MD കോളേജിലെ മാസ്റ്റർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതുപോലുള്ള ഇനിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സ്വിച്ചോദ്ഘാടനം നിർവഹിക്കുക. പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. പെരുമ്പിലാവ് പട്ടാമ്പി സംസ്ഥാന പാതയിലെ കടവല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട അറക്കലിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡ് പിളർന്നു. ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. പെരുമ്പിലാവ് കല്ലുംപുറം വഴിതിരിഞ്ഞ് ചാലിശ്ശേരി വഴി ഗതാഗതം തിരിച്ചുവിട്ടു. 3 നഗരസഭകളിലേക്കും വിവിധ പഞ്ചായത്തുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന പാവർട്ടി ശുദ്ധജല വിതരണ വലിയ പൈപ്പാണ് സമ്മർദ്ദം മൂലം പൊട്ടിയത്. നിറയെ യാത്രക്കാരുമായി KSRTC ബസ് ഇതുവഴി പോയതിന് തൊട്ടുപിറകെയാണ് പൈപ്പ് പൊട്ടി റോഡ് പിളർന്നത്. റോഡിന്റെ ഇരുവശങ്ങളും തകർന്നു. ഒരു ഭാഗം അടർന്ന് കുഴിയായിട്ടുണ്ട്. റോഡിൽ 20 മീറ്ററോളം നീളത്തിൽ വിള്ളലുണ്ട്. നാട്ടുകാരും കുന്നംകുളത്തു നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്നാണ് വെള്ളം തിരിച്ചുവിട്ട് വെള്ളക്കെട്ടുകളിൽ നിന്ന് വീടുകളെ രക്ഷിച്ചത്. ദിവസങ്ങളോളം ശുദ്ധജല വിതരണവും റോഡ് ഗതാഗതവും തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. അയ്യൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ നാളെയും മറ്റന്നാളും. അയ്യൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ ആഘോഷം നാളെയും മറ്റന്നാളുമായി നടക്കും. നാളെ സന്ധ്യയ്ക്ക് 6:30 സന്ധ്യ നമസ്കാരവും തുടർന്ന് കൊടിയും കുരിശുമേന്തിയുള്ള പ്രദക്ഷിണവും തുടർന്ന് വിവിധ വിഭാഗക്കാരെ പെരുന്നാൾ ആഘോഷങ്ങളും നടക്കും. 23-ാം തീയതി ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് വിവിധ ഭാഗങ്ങളിൽ പെരുന്നാൾ ആഘോഷം ആരംഭിക്കും. ആഘോഷങ്ങൾ 4 മണിക്ക് പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് കൊടിയും കുരിശുമേന്തിയുള്ള പ്രദക്ഷിണം, നേർച്ച വിളമ്പ് എന്നിവയും ഉണ്ടായിരിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22 94 97 88 72 49.
ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Park Manufacturing Office, NVKM and Sons, Dindigul. Zone Distributor, Roja Agencies, Kunnamkuളം. Phone 9446 145776 9446 145778. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. വാർത്തകൾ തുടരുന്നു. കടവല്ലൂർ ഉത്സവത്തിൽ പള്ളിവേട്ട നാളെ നടക്കും. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായ പള്ളിവേട്ട ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ 7:30 മേളത്തോടെ ശീവേലി, തുടർന്ന് നവകം, പഞ്ചഗവ്യം, പന്തീരടി, ശ്രീഭൂതബലി എന്നിവ നടക്കും. വൈകിട്ട് 7:30 പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ ദേവൻ ആനപ്പുറത്ത് പള്ളിവേട്ടയ്ക്കിറങ്ങും. രാജകീയ ചിഹ്നങ്ങളായ സൂര്യമറ, തഴ, കുട, ആലവട്ടം, വെഞ്ചാമരം എന്നിവയും ഉടവാളേന്തിയ ഭടന്മാരും അകമ്പടിക്ക് കൂട്ടായുണ്ടാകും. പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായ ദേവന്റെ പള്ളിയുറക്കം വലിയമ്പലത്തിലാണ് നടക്കുക. അത്താഴ പൂജയും വലിയമ്പലത്തിൽ വെച്ചായിരിക്കും. ഇന്ന് ഉത്സവ ബലി നടന്നു. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. തിപ്പിലശ്ശേരിയിൽ എക്സൈസ് സംഘം 180 ലിറ്റർ വാഷ് പിടികൂടി. തിപ്പിലശ്ശേരി കോഴിക്കുളത്ത് എക്സൈസ് സംഘം 180 ലിറ്ററോളം വാഷ് പിടികൂടി. മേഖലയിൽ വ്യാജവാറ്റ് നടത്തുന്നെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് എക്സൈസ് സംഘം മേഖലയിൽ വ്യാപക പരിശോധന നടത്തിയത്. വളരെ സാഹസികമായിട്ടാണ് വാഷും മറ്റ് വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തത്. കുന്നംകുളത്തെ വിദേശ മദ്യഷോപ്പും ബീർ വൈൻ ഷോപ്പുകളും പൂട്ടിയതിനു ശേഷം മേഖലയിൽ വ്യാജവാറ്റ് വർദ്ധിച്ചിരുന്നുവെന്ന് പരാതി ഉയർന്നിരുന്നു. ഇന്നത്തെ ഈ സംഭവത്തിന് ശേഷം വ്യാജവാറ്റിനെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് എക്സൈസ് സംഘം. വേറൊന്നുമില്ലോ, അന്യജീവികളൊന്നുമില്ലോ. വിപണി. അടയ്ക്ക പഴയത് 4600 രൂപ മുതൽ 4875 രൂപ വരെ, പുതിയത് 4550 രൂപ മുതൽ 4850 രൂപ വരെ, രണ്ടാം തരം 3100 രൂപ മുതൽ 3650 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന് സാമ്പത്തിക സഹായം നൽകി അധ്യാപകൻ മാതൃകയായി. പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അയ്യൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ നാളെയും മറ്റന്നാളും. കടവല്ലൂർ ഉത്സവത്തിൽ പള്ളിവേട്ട നാളെ നടക്കും. തിപ്പിലശ്ശേരിയിൽ എക്സൈസ് സംഘം 180 ലിറ്റർ വാഷ് പിടികൂടി.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.